ഓക്കെ, ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു സംഭവത്തിന് പോകാൻ പോകണം. പെട്ടെന്ന് ഇരുന്നപ്പോൾ തീരുമാനത്തിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, കൊണ്ടുപോകുന്നു ഗോപാൽ എന്ന് പറയുമ്പോൾ കണ്ടു, ഇഷ്ടം നല്ല എന്ന് പറയുന്നു, പോകുന്നു വിത്ത് മീ. രാത്രിയിൽ കണ്ണാടി വെച്ചിരുന്ന് ചുഗുമ അബ്സി. പിന്നെ അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ട്. പക്ഷെ ക്യാമറ വരാൻ പേടിയുള്ള, അല്ലല്ല, ക്യാമറ വരാൻ പേടിയാണ്. ബിക്കോസ് ഫാൻസ് ഭയങ്കര പ്രശ്നമാണ്. അതായത് കച്ചമ്പർ ദാസന്റെ ഫാൻസുകാർ കൂടുന്നു, എല്ലാവരും പറഞ്ഞ് സെൽഫി എടുക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒന്നും വരുന്നില്ല. പക്ഷെ കച്ചമ്പർ ദാസന് എല്ലാവർക്കും അറിയാം, അതാണ് പ്രശ്നം. ഏതെങ്കിലുമൊക്കെ പടം നല്ലതെന്ന് പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യത്തിന് നമ്മൾ സംഭവിക്കാൻ പോവുകയാണ്. നമുക്ക് എന്താണ് പോയി നോക്കാം. അതാണ് സംഭവം. ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം പോലെ ഒറ്റ മിനിറ്റ് ഒന്നും നോക്കിയില്ല. ആരെയും വിളിക്കാനില്ല, ഉള്ളവർ വെച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. വിളിക്കാൻ കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സൗദിനോട് കിട്ടെ, ഇല്ലെങ്കിൽ പ്യാവും. അത് നീ വരുന്നില്ലേടാ? എന്താ വരാത്ത? നിനക്ക് എന്തോ വേറെന്തോ സെറ്റപ്പ് നമുക്കറിയാം. ഉണ്ടറിയാം, നമുക്കറിയാം. നീ കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടാ, നമുക്കറിയാം. അവന് വേറെന്തോ ചിഹ്നയുടെ സെറ്റ്. ഇതെന്താ ഇങ്ങനെ കേറിയില്ല? കേറാത്ത എന്താണ്? അല്ല, അവന് വേറെ സെറ്റപ്പ് ഉണ്ട്. എന്താ അങ്ങനെ പറയല്. അതിനോട് പറയാ ഈ മാസ്ക് ഞാൻ എവിടെയോ, നിങ്ങളല്ല മറ്റേ പോഡ്കാസ്റ്റ് വന്ന ആള്. ചാച്ചു മറ്റേ മാസ്ക് തോന്നുന്നു. നീ വരുന്നുണ്ടെങ്കിയോ? ഡിമാൻഡാ. പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഇതിട്ടിട്ട് ആൾക്കാരിട്ടേക്കുന്നത്. അയ്യോ, അത് ഞങ്ങൾ പോയിട്ട് വിട്ടറാ. ഓക്കെ, ഇനി നിന്ന് നമ്മൾ ലേറ്റ് ആയി നമ്മൾ പോട്ടെ അങ്ങോട്ട്. എന്താ സംഭവം? ഒന്നും അറിയാൻ പറ്റില്ല. ഒരു സംഭവം പക്ഷെ നല്ലല്ലെങ്കിൽ അവന്റെ കാശ് അല്ലെങ്കിൽ വലിയൊരു സംഭവം നടക്കും. പക്ഷെ നമ്മള് ഗ്രാജുവലി ഇവിടെ 10 വരുന്ന കുറവല്ലേ. ഇത് കച്ചമ്പറൊക്കെ നേരത്തെ എത്തി. എനിക്ക് മേടിച്ചാലോ? ഒരു പോപ്കോൺ പോലും മേടിച്ചില്ലാത്ത കാബാലികനായ അപ്സി. വെറും കാബാലിക നടത്താൻ നിങ്ങളല്ലേ മെയിൻ ആൾക്കാര്. ഞാൻ കേരള അറിയപ്പെടുന്ന യൂട്യൂബർ, ഇന്ത്യ അറിയപ്പെടുന്ന യൂട്യൂബർ. നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് സംഭവം സിനിമ കാണാൻ വന്നിരിക്കുന്നത്. സംഭവം എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ തിയേറ്ററിനകത്തതിനോട് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതാണ്. എന്റെ മുന്നോ പടം കണ്ട് ഇറങ്ങി പടം കണ്ടിറങ്ങിയാണ്. എന്താ ചെയ്യാ, ഇതെന്താ ഏതാ എങ്ങനെ ഒരു ഐഡിയ ഒരുമാതിരി കിളി പറത്തണം വെച്ചാൽ എനിക്ക് തന്നെ പ്ലാൻ പോയി. ഇത് തീരുന്നില്ല പ്ലാൻ പോയി. എന്താ സംഭവം? ഡാർക്ക്. നിനക്കല്ലേ കുറച്ച് സിനിമയെ പറ്റി ആദ്യം കേട്ടിട്ട് ഓരോ പടത്തിനെ പറ്റി പറയടാ. ഈ പടത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിനെ പറയാം ഡാർക്ക് സീരീസ് കണ്ടാ മതി. ഡാർക്ക് സീരീസ് ഇല്ലേ? അതിന് വെടി വെക്കുമ്പോ മറ്റേ പോർട്ടലിൽ പോയി കയറും. വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇതുവരെ കാണാത്തൊരു ജോണർ ടൈപ്പ് മലയാളത്തിൽ അധികം. നമ്മൾ പിന്നെ ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് വരികയാണെങ്കിൽ വലിയ ഫീൽ വരും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അതാ കാണാത്തവർക്ക് നല്ല ഫീൽ കിട്ടും. കാണാത്തവർക്ക് നല്ല ഫീൽ ഉണ്ട്. ഇതുവരെ കാണാത്തൊരു ടൈപ്പ് മൂവി, ഒരു കാണാത്തൊരു ടൈപ്പ് ജോണർ, മേക്കിംഗ് സംഭവങ്ങളെല്ലാം ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലടാ. തിയേറ്ററിലാണ്ട് മറ്റേ സൗണ്ടും ചില കാര്യം വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. മേക്കിംഗ് കിട്ടില്ല, അടിപൊളി. അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ നോക്കുക. പടം കൊള്ളാം. അതായത് ആസിഫിന്റെ ചെയ്തിരിക്കുന്ന പടം കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം. സോ നിങ്ങൾ തിയേറ്ററിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. പടത്തിന് നല്ല കിടിലം പടം, കിടിലം മേക്കിംഗ് സംഭവങ്ങൾ വന്ന് കണ്ട് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ മൈൻഡിലേക്ക് അപ്പം തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്
പോകുന്നത്. ഞാനിപ്പോൾ എന്തിനെ ഇറക്കട്ടെ വണ്ടി എടുത്തിട്ട് നേരെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ബാക്കി പറയാം. നമ്മള് പടം കണ്ട് എനിക്ക് പടം കണ്ടിട്ട് എന്റെ കിളിയൊന്നും കിട്ടില്ല. എനിക്ക് അല്ല കിട്ടൂല, എന്റെ കിളിയൊന്നും കിട്ടില്ല. എന്റെ കിളിയൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എവിടെയാണ് എന്താന്നൊരു റിയാലിറ്റി കിട്ടില്ലടാ എനിക്ക്. എന്താടാ എന്താടാ അമ്മോ ഒരു ദാസന്റെ കൈ എന്താ വേണമെന്ന് പറയണ്ടല്ല. ദാസന്റെ കൈ വായി എന്ന് പറയുന്നുണ്ട്. ഫിലിമിലേക്ക് നമ്മള് എൻഗേജ് ചെയ്യുമ്പോ അങ്ങനെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാ. വിടല്ലേ വിടല്ലേ എന്ന് പറഞ്ഞു. ഓരോട് പറയണ കിളി പഴുമ്പോന്നില്ല നമ്മൾ. പക്ഷെ നമ്മൾ വന്നിരിക്കുക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ പക്ഷെ വന്നിരിക്കുന്നത് എവിടെയാണ്? സോന ഹോട്ടൽ നെയ്പത്തിരി ബീഫ് സ്റ്റൂ ഇന്ന് കഴിച്ചിരിക്കും. മൂന്നാല് ദിവസം അതിന്റെ പുറകെ നടക്കാൻ പറയുന്നത്. അത്താച്ചോറല്ല, നെയ്പത്തിരി ബീഫ് സ്റ്റൂ കഴിക്കണ. നെയ്പത്തിരി ബീഫ് സ്റ്റൂ ആ ഉണ്ട്. ഓക്കെ അവൻ വന്നു. അറ്റ് ലാസ്റ്റ് കുറെ ദിവസം കാത്തിരിപ്പ് ശേഷം അവനെ കിട്ടിയിരിക്കുകയും സുഹൃത്തുക്കളെ. കിട്ടി വരെ ബേക്കോ. എത്ര ദിവസം കാത്തിരിപ്പിന് ശേഷമാണ് ഇത് കിട്ടുന്നത്? ഓ മൈ ഗോഡ്. തരൂ. എത്ര നാളെ ഇത് കഴിച്ചിട്ട്? ഇതിങ്ങനെ എടുത്തിട്ട് ഓരോ ബീഫിന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് കുറച്ച് ചാറി മുക്കി ഇങ്ങനെ എടുക്കണം. ഫസ്റ്റ് ഫോക്കസ് ആവില്ല. ബീഫ് റോസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് കൊടുത്ത് കഴിച്ചോളെ. കഷ്ടം എടുക്കാം. ഇതാക്കാം. പുതിയ ഇറക്കാൻ വയ്യ. കഴിച്ച് തീർന്നിട്ടൊക്കെ സ്റ്റേഡിയത്തിൽ തിരി വരാം. എന്താന്ന് വെച്ചിട്ട് പറഞ്ഞു? ആ ബ്ലാക്ക് മൂവിയുടെ കാര്യം പറഞ്ഞോ? എക്സാക്ട് ലൂപ്പ് മനസ്സിലാക്കില്ല. പ്രത്യേകിച്ച് സാബിനെ പിള്ളേർക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവും. എത്ര ജീവയുണ്ട് അതിനകത്ത്? എത്ര ജീവയുണ്ട്? ഒരു ജീവേ ഉള്ളു. പക്ഷെ ആ ലൂപ്പിൽ പെട്ടിട്ട് ജീവ ഇങ്ങനെ കറങ്ങി ജീവ ഓന്റെ കെട്ടിയോളും കറങ്ങി വീണ്ടും സിനിമയിൽ എത്ര ജീവ? പക്ഷെ അതിലൊരു അഭിഹിതമുണ്ട്. ഞാൻ കണ്ടിക്ക് മാത്രം ഓർമ്മയുണ്ട്. അതെനിക്ക് ഓർമ്മയില്ലേ? ഇതൊരു സിനിമ കണ്ടിട്ട് പക്ഷേ കിളിക്കൂടില്ലാത്ത അവസ്ഥയായിരുന്നു. ഇത് എങ്ങനെയൊക്കെ തീർന്നാ മതിയെന്നായി അവസാനം പണ്ടാര പിടിക്കാനായിട്ട്. തീരണമില്ല, ഒന്നുമില്ല. ചേട്ടാ 2 പ്രാവശ്യം ഞെട്ടിയായിരുന്നു. അതിന്റെ തെറിച്ച് ഞങ്ങളോട് കസേര ഏറിപ്പോയി താഴാന്നിരിക്കുന്നു. ആരാ ദാസന്റെ കൈയുടെ പകുതിയിലെന്നാണല്ലോ കേട്ടത്. ഇവനെ കാരണം കൂടെ നാട്ടുകാരാ മേടിച്ചത്. ഇവൻ മുടി അഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പൊ ബാക്കിൽ കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. എന്റെ കുഞ്ഞു കസേര മാറി കളിക്കുക തന്നേ മോള്. അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സിനിമ കണ്ടിട്ട് ബേസിൽ ഇത്രയും കിളി പോകുന്ന ആൾക്കാരുണ്ട്. ദൈവമേ, ഓ എന്തോന്ന് പടം ഇത്. നല്ല പടം. നല്ല പടം, നല്ല മേക്കിങ്, നല്ല ഇത്, നല്ല പടം, സൂപ്പർ പടം. അപ്സി പേടിച്ചോണ്ടല്ല പറയുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസാ. അല്ലാണ്ട് OTT ഇറങ്ങിയിട്ട് ഇതിനെ പൊക്കിപ്പിടിച്ച് എല്ലാവരും പൊക്കിപ്പിടിച്ച് നടക്കാന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. OTT കണ്ടി നിൽക്കാൻ സൂഹിക്കത്തില്ല.
OTT കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്ട് ആകും. നമ്മൾ TV-യിലെ ഫോണിലാണെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും കറക്റ്റ് അതിലേക്ക് തന്നെ ഇരിക്കുന്ന കാരണം ആ ഒരു കോൺസെൻട്രേഷൻ ഇരുന്ന് കാണുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഫീൽ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ തിയേറ്റർ എന്തരാണോ എന്താ എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾക്ക് പറഞ്ഞ ഒരു തേങ്ങ മനസ്സിലാവും, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. കഥയിൽ ചോദ്യം എന്ന് പറയുമ്പോൾ കഥക്കകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാതെ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്താണ് ഞാനൊരു ഐഡിയയും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, എന്താ നടന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല. എൻ്റെ ഓ നിങ്ങളെന്താ പോയി കണ്ടു നോക്കുക കേട്ടാ, മിസ്സാക്കണ്ട, പോയി കണ്ടു നോക്ക്. കിട്ടില്ലം മേക്കിങ് കിട്ടില്ലം സ്റ്റോറി ഇതും ഒക്കെയാണ്. പോയി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഇതിൽപ്പെട്ട അവസ്ഥയാണ്. നിങ്ങളെന്താ പോയി കണ്ടു നോക്ക്. ഞാനൊരു റൗണ്ട് കടന്നിട്ട് വരട്ടെ. മഴ പെയ്യുമ്പോൾ ഐസ് കഴിക്കാൻ പോയിരിക്കുന്നത് എനിക്കൊന്നുമില്ല. സമാധാനം പിസ്തക്ക് ഒറ്റ കളറില്ല പച്ച അല്ലേ? പിസ്തക്ക് ഈ പച്ചയുണ്ട് ആ പച്ചയുണ്ട്. ഞാൻ ഏതോ വെച്ചെടുക്കണം. ഐസ്ക്രീം തേണ്ടറി ഇല്ല. കോഫി ബജ്ജി അവിടെ കൊണ്ടുപോയത് നല്ല സംശയമുണ്ട്. കച്ചമ്പർ കൊണ്ടുപോയത് നല്ല സംശയമുണ്ട്. ദാസൻ ഇങ്ങോട്ട് കേറിയിട്ട് നിക്ക് ഐസ്ക്രീമിലെ തന്നിട്ടില്ല. ഇരിക്കുന്നത് ഇല്ലട നിക്ക് തന്നിട്ടില്ല. ഐസ്ക്രീമിലെ ഇരിക്കുന്നത് ഐസ്ക്രീമിലെ ഇരിക്കണത് കിട്ടില്ല. ഞാൻ കൊണ്ട കണ്ടത് വെച്ചിട്ട് അവള് വേണ്ട തണുപ്പ് വേണ്ട സീന ഇതൊക്കെ വട്ടാണ്. നീയല്ലേ കയ്യെടുത്തിട്ട് പോയത്? കുട്ടി എന്റെ കൃഷ്ണനാണ്. കൃഷ്ണദാസാണ് അത് കച്ചമ്പർ ദാസ്. എന്റെ വിഷയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. മറ്റേ ബിനു അടിമാലിയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സ്ട്രൈറ്റ് ചെയ്യാൻ പൈസ ഇല്ല, 2000 രൂപ ബാക്കുള്ളൂ പറഞ്ഞ് ഞാൻ ജോസ് കഴിക്കും. അല്ല അത് ടേസ്റ്റ് ആക്കണ്ട്. ഗൈസ് ഈ വീഡിയോയ്ക്ക് ഒരു ഔട്ട്രോ ഇല്ല. ബിക്കോസ് ആ പടം കണ്ടിട്ട് പോയ കിളി എന്ന രീതിയിൽ തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയും. ഓക്കെ ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ.